Good evening and welcome to A&M Express. ഞാൻ ആതിര. ഞാൻ മുരുകേഷ്. So A&M Express powered by Time Express Cargo. അപ്പോൾ നമ്മൾ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്തെന്നാൽ അല്ലേ, ഓണമൊക്കെ കഴിഞ്ഞു. ഓണം കഴിഞ്ഞിട്ടില്ല. നമുക്ക് എല്ലാ ആഴ്ചയും UAE ഇപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട്, എല്ലായിടത്തും ഓണാഘോഷമാണ്. അപ്പൊ നമ്മളുടെ പറയാനുണ്ട് ഒരു ഓണാഘോഷം. ഓണം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. അതെനിക്കറിയാം, ഇവിടെ ദുബായിൽ ആരും അങ്ങനെ വിചാരിക്കില്ല. മുരുകേഷിനെ പോലെ വിഡ്ഢികൾ ആരും ഇല്ല. ഇവിടെ 28 ഓണം അറിഞ്ഞൂടാത്ത ആളാണ് എന്നോട് സംസാരിക്കുന്നത്. എനിക്കറിയാം 28 ഓണം എന്താണ്, കന്നിമാസത്തിൽ ഞാൻ അയച്ചു കൊടുത്തോട്ടെ, ഞാൻ കട്ട് ചെയ്ത് അയച്ചു കൊടുത്തു, അതാണ് സംഭവം. അപ്പൊ എന്തായാലും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്നാൽ, ഈ വരുന്ന 22-ാം തീയതി സൺഡേ, അതായത് ഞായറാഴ്ച നമസ് പൊന്നോണം 2024 ആഘോഷിക്കുകയാണ്. നമസ് എന്ന് പറഞ്ഞ അസോസിയേഷൻ ആണ് ഇത് ആഘോഷിക്കുന്നത്. ഡ്യൂവേൽ സ്കൂൾ അൽക്കൂസിൽ വെച്ചാണ് ഈ ആഘോഷം നടക്കുന്നത്. അതായത് ലൈവ് ഓർക്കസ്ട്ര ഗാനമേള ബൈ ലീഡ് സിംഗർ സന്നിധാനന്ദൻ പ്ലേബാക്ക് സിംഗർ അതുപോലെ കുച്ചിപ്പുടി പെർഫോമൻസുമായിട്ട് എത്തുകയാണ് അഭിനവ് അശോക് ആൻഡ് അഞ്ജു രഞ്ജിത്ത് ആൻഡ് അഭിനവ് അശോകിന്റെ കുച്ചിപ്പുടി അല്ലെ, കുച്ചിപ്പുടി പെർഫോമൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഒരു ഓണാഘോഷം ഈ വരുന്ന 22-ാം തീയതി നടക്കുന്നു. അപ്പൊ എല്ലാരും എന്താണ് എത്തിച്ചേരാൻ ശ്രമിക്കുക. പിന്നെ ഇനിയിപ്പോ എല്ലാ വീക്കെൻഡും ഇനി ഓരോരോ എല്ലായിടത്തും ഞാൻ കേൾക്കുന്നുണ്ട് ഓണാഘോഷം നടക്കുന്നു. ഈ വീക്കെൻഡ് ഉണ്ട്, സൺഡേ ഉണ്ട്, സാറ്റർഡേ ഉണ്ട്, അടുത്ത വീക്കെൻഡ് ഉണ്ട്. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പാട്ട് പാടാൻ, ഡാൻസ്, പല സ്ഥലങ്ങളിലും തിരുവാതിരക്കളി പ്രാക്ടീസ് ചെയ്യും. ഞങ്ങളുടെ ഹാളിൽ തന്നെ ഇങ്ങനെ ഇപ്പോഴും പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അപ്പൊ തിരുവാതിര പാട്ട് കേൾക്കുമ്പോൾ അറിയാലോ. അപ്പൊ എവിടെയോ പ്രോഗ്രാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ ഡിസംബർ വരെയും ഇതുവരെ ഓണക്കോടികൾ കിട്ടിയതൊന്നും മടക്കി വെക്കാറായിട്ടില്ല. സോറി, തുടങ്ങി. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ആരത് എത്ര ഡമ്പൽ എടുത്തു? ഒരു 15 ഡമ്പൽ എടുത്തിട്ട് റാക്കിൽ അടുക്കി വെച്ചാ നേരെ? അവിടെ റാക്കിൽ അടുക്കി വെച്ചോ നേരെ? അടിപൊളി. എത്ര കിലോയുടെ വരെ എടുക്കും ഡമ്പല്? തള്ളിക്കോ. 20 കിലോ. 20 കിലോ ഒക്കെ എടുക്കൂ? 20 കിലോ എത്ര പേര് കൂടി 20 കിലോ ഒരു കിലോ അല്ല, ഒരാൾ 20 കിലോ എടുക്കും. ചുമ്മാ അരി അവിടെ നിന്ന്. പിന്നെ മുരുകേഷ് ഞാൻ നോക്കും 10 കിലോ ഒക്കെ എടുക്കണേ അല്ലേ? ആതിര എന്റെ മോനെ, നീ ഒന്ന് കാണണം. എന്ത്? എപ്പോ നടക്കുമ്പോഴും എവിടെയെങ്കിലും ചെന്നിട്ട് മറ്റേ ഏറ്റവും ചെറിയ ഡമ്പൽ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ, ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്നിട്ട് മറ്റേ ആള് ചെയ്യുന്ന നോക്കിക്കൊണ്ടിരിക്കും, എന്നിട്ട് പറയും എനിക്കങ്ങും വയ്യ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോകും. ഞാൻ അത്രയും ഹെവി വെയിറ്റ് ഒന്നും എടുക്കത്തില്ല, ഒരു 4-5 കിലോ. അങ്ങനെ ഒരു ഡമ്പലില്ല. എന്തൊരു അരിയാ, പുഴുക്കലരിയാ, ഒരു 4-5 കിലോ അരി. അതായത് 4-5 കിലോ, കൂടുതലില്ല. കൂടുതൽ ഞാൻ എടുക്കാറില്ല. ചുമ്മാ എന്തെങ്കിലും ആവട്ടെ മോനെ. അപ്പൊ എങ്ങനെയൊക്കെ പോകുന്നു? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായി? ഹോട്ടലിൽ പോയി സദ്യ കഴിച്ചു. ആണോ? നല്ല സദ്യ ആയിരുന്നോ? കുഴപ്പമില്ല. ഓക്കെ, അടിപൊളി. ഏത് പായസമായിരുന്നു? ഇത് പയറ് പായസമോ? പയറാണല്ലേ. എന്നിട്ട് ഓണക്കോടിയൊക്കെ മേടിച്ചോ? അങ്ങനെ ചടങ്ങുണ്ടോ? കേട്ടില്ല. ഓണക്കോടിയൊക്കെ മേടിച്ചോന്ന് ഒക്കെ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തോ? സമയം കിട്ടിയില്ല. ഓണത്തിന് ഓണക്കോടി മേടിക്കണ്ടേ? ഓണക്കോടി സമയം കിട്ടിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് സമയം കിട്ടിയില്ലേ? തിരുവോണത്തിന് പിന്നെ എന്താണ്, സദ്യ കഴിച്ചാലും പായസം കൂച്ചാനും സമയം കിട്ടിയല്ല. തിരുവോണം കഴിഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോന്ന്. ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് ഓണത്തിന് ഓണക്കോടി മേടിക്കാൻ സമയം കിട്ടിയില്ല. മാലിക് ഇന്ന് എന്റെ ടീമിലാണ് കേട്ടോ. മഹാബലി ആണെങ്കിൽ ഇപ്പം കൊണ്ടായിരുന്നെങ്കിലല്ലേ എന്റെ ഓലക്കൊടക്ക് അറിഞ്ഞാനെ. സത്യം, അതാണ് മഹാബലി ഇപ്പൊ വരാത്തത്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഗെസ് ദ സോങ് ആണ് കേട്ടോ. കുഞ്ചാക്കോ ബോബൻ, പ്രീതി ജംഗാനി, യേശുദാസ്, ചിത്ര. ഇത് അടിപൊളി പാട്ടുകളുടെ സിനിമയാണ്. വിദേശത്ത് ചിത്രീകരിച്ച ഗാനരംഗം. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്, നക്ഷത്രപ്പൊങ്ങും നവരാത്രി തന്നെ മഴവിൽ പൂഞ്ചോലാടാട്, നീയില്ലെങ്കിൽ ഇന്നൻ ജന്മം വേനൽ പൂവായി പോയേനേ, നീയില്ലെങ്കിൽ വേനൽ കരകളായി പോയേനേ.
സോങ് സോങ് ആണ് ആണ്. അതെ അതെ ബ്യൂട്ടിഫുൾ എന്നാലും മോനെ നീ ഇത് ഇത്ര സ്പീഡില് ഈ പ്രിയ ജങ്കാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ പറയാൻ പറ്റിയെന്ന് പക്ഷെ ആ കുട്ടി അഭിനയിച്ച മലയാള സിനിമ അതൊന്നേ ഉള്ളൂ. കുഞ്ചാക്കോ ഓവനും പിന്നെ വിദേശവും കേട്ടാ മതിയല്ലോ. ആ അതെ 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 ഒരുപാട് നല്ല പാട്ടുകളുള്ള സിനിമയാണ്. വിദേശം എന്ന് കേട്ടാ വിദേശ മദ്യം എന്നല്ലേ ആദ്യം മനസ്സിൽ വരേണ്ടത്. ഈ സിനിമ എങ്ങനെ വന്നു? കുഞ്ചാക്കോ ഓവന്റെ ഒരുപാട് സിനിമകളൊന്നും വിദേശത്ത് ഇല്ല. ഇല്ല കറക്റ്റ്. അതുപോലെ ഈ പ്രീതി ജങ്കാനി എന്ന് പറഞ്ഞ കുട്ടി ഈ ഒരു സിനിമയിലെ അഭിനയിച്ചിട്ടുള്ളൂ. സ്പാനിഷ് മസാല ഇല്ലേ? സ്പാനിഷ് മസാല അധികം ഇല്ലെന്നേ ഉള്ളൂ അല്ലേ? അതിലുമുണ്ടൊരു പ്രിയ ജങ്കാർ, നല്ലൊരു ഇല്ല കുട്ടിയാണ്. ജങ്കാറോ അതാരാ? ഈ കുട്ടിയുടെ പേരതല്ലേ? അല്ല ജങ്കാർ മറ്റേ കൊച്ചിയിലുള്ളത്. അപ്പൊ അപ്പൊ എന്തായാലും അടിപൊളി. മാലിക്കിന് പേര് നമ്മൾ ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ അയ്യോ സോറി, ലക്കി ഡ്രോയിലേക്ക് മാലിക്കിന് സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. ലക്കി ഡ്രോ കഴിഞ്ഞ 2-3 ആഴ്ച പറഞ്ഞതുകൊണ്ട് ലക്കി ഡ്രോ എന്റെ വായിൽ വന്നു. അപ്പൊ ലക്കി ഡ്രോ അല്ല, അല്ലാതെ പറയുന്നതോ മാലിക്ക് സമ്മാനമുണ്ട്. ഹലോ ഹായ് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഐ ആം. ഓണം കഴിഞ്ഞു ചോദിച്ചാൽ കഴിഞ്ഞു, എന്നാ കഴിഞ്ഞില്ലേന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ല. കഴിഞ്ഞിട്ടില്ല. എന്തുണ്ട് ഇസ്മായിൽക്ക വിശേഷം? ഇസ്മായിൽക്ക നാട്ടിലാണ്. ഇസ്മായിൽക്ക റിട്ടയർ ചെയ്തു. ശരിയാണ്, ഇസ്മായിൽക്കയുടെ ബ്രദർ അല്ലേ ഇത്? അതെ, ഇക്ബാലിക്ക. മുരുകേഷൻ എന്തെങ്കിലും ഒരു പിടി എനിക്ക് ഇക്ബാലിക്കാന്ന് മനസ്സിലായി. ആ ഒരു ഹലോ അത് കേട്ടപ്പോഴേ എനിക്ക് ആളെ കിട്ടി. ഇവർ രണ്ടുപേരും രണ്ട് ബ്രദേഴ്സും മാറിപ്പോയി എന്നുള്ളത് സത്യം. പക്ഷെ ഒരാൾ നാട്ടിൽ പോയെന്ന് കഴിഞ്ഞ ഒരു 10 കോളായിട്ട് പറയാണ്, എന്നിട്ട് ഓർമ്മ നിൽക്കുന്നില്ലല്ലോ. ജനുവരി 31 പോയി. 2 കൊല്ലമായിട്ടില്ല, ജനുവരിയിലാ പോയത് കേട്ടോ. ഇസ്മായിൽക്ക വിളിക്കുമ്പോ എന്നെ അന്വേഷണം പറയും, ഞാൻ ചോദിച്ചതായി പറയണം. അതെ, നമ്മള് മിസ് ചെയ്യുന്നെന്ന് പറയണം. ഇക്ബാലിക്ക എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? ഓണമൊക്കെ നന്നായിരുന്നു. മോള് പോയ ഓണമൊക്കെ ആഘോഷിച്ചിട്ട്? ഇല്ല, അവള് സൺഡേ പോളോ അല്ലേ? എന്നാലും മോൾക്ക് ഇനി അവിടെ കുറച്ച് ഓണാഘോഷങ്ങൾ കിട്ടട്ടെ ആഘോഷിക്കാൻ. കാരണം ആൾക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഓണം വിളിച്ചിരുന്നു, നമ്മളെ വിളിച്ചപ്പോ പറഞ്ഞു ഓണാഘോഷം മിസ്സായി. എന്നാലും വാപ്പയുടെ അടുത്ത് ഓണാഘോഷിക്കുന്നത് മറ്റൊരു സന്തോഷമാണല്ലോ. അതെ അതെ, അവൾക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യലാണ്. അത് ശരി. കൊണ്ടുപോയില്ലാന്നുള്ള പരാതിയില്ല. ഓ അത് ശരി. അപ്പൊ ഇസ്മായിൽക്ക, ഇന്ന് നമ്മൾ ശക്തമായ ടീമിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഗസ് ദ മൂവിയാണ്. ഓക്കെ. നിവിൻ പോളി, അജു വർഗീസ്, സലീം കുമാർ, ജഗതിയുടെ കഥാപാത്രത്തിന്റെ പേര് രാഘവൻ എന്നാണ്. കുട്ടു ആയി അജു അഭിനയിക്കുന്നു. അയ്യോ ഇത് അജു വർഗീസ്, സലീം കുമാർ, ജഗതിയുടെ കഥാപാത്രത്തിന്റെ പേര് രാഘവൻ എന്നാണ്. കുട്ടുവായി അജു അഭിനയിക്കുന്നു. അതെ അതെ അതെ, എനിക്ക് മനസ്സിലായി. ഓക്കെ. ഇത് മനസ്സിലായില്ലേ? അല്ല, എന്നാലും നമ്മുടെ കിട്ടിയോ? പിടി കിട്ടിയോ? കിട്ടിയില്ല. അയ്യോ, ഇത് മലർവാടി സിനിമ. അതെ 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 അതെ, അവരുടെ ആദ്യത്തെ സിനിമ, വിനീതിന്റെ ആദ്യത്തെ സംവിധാനം. അതെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ജഗതി ഉണ്ട് അതിന്റെ അകത്ത്. അപ്പൊ എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും വിളിക്കണം. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ മക്കളെ. ഹലോ ആന്റി. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും അറിയില്ല. മക്കളെ ഒച്ച കേട്ടപ്പോ ഒന്ന് വിളിക്കാന്ന് തോന്നി. കുഴപ്പമില്ല ആന്റി, എപ്പോ വിളിച്ചാലും ആദ്യം ഈ മുൻകൂർ ജാമ്യം എടുത്തിരിക്കും. എനിക്ക് മോളെ, എനിക്ക് റോണന്റെ ഭർത്താവ് ആ മോനാ പറഞ്ഞു തരാറ്. പുറത്ത് പോയിരിക്കുക. എങ്ങനെയോ മക്കളെ വിളിച്ചപ്പോ കിട്ടുകയും ചെയ്തു. അത് കുഴപ്പമില്ല ആന്റി. ആന്റി ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? തൽക്കാലം അങ്ങനെയൊന്നുമില്ല മോളെ. ഇവരുടെ ഓണം ഇല്ല. ഞാനും ചെറിയ മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സദ്യയൊക്കെ ആന്റി ഓർഡർ ചെയ്തോ? ഞങ്ങൾ പുറത്ത് പോയിട്ട് അവിടെ അടുത്ത് തന്നെയാണ് ലുലുവിൽ പോയിട്ട് നോട്ട്ബുക്ക് മലയാളികളൊരു ഇതുണ്ടല്ലോ കടയിൽ, അവിടെ പോയിട്ട് കാലിക്കറ്റ് നോട്ട്ബുക്ക് അല്ലേ? ആക്ച്വലി കാലിക്കറ്റ് നോട്ട്ബുക്കിൽ സദ്യ ഭയങ്കര അടിപൊളി സദ്യ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നമ്മളെ വീട്ടിന് തൊട്ടടുത്താണ്. എത്ര കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു ആന്റി, ഓർമ്മയുണ്ടാ? ഒരു 4 തരം. അടിപൊളി. ഗംഭീര സദ്യ. അവിടെ പഴയടല്ലേ? ആണ് പഴയടം ലുലുലാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതെ, നോട്ട്ബുക്കിന്റെ സദ്യ വേറെ. അപ്പൊ പിന്നെ അങ്ങനെ ഓണമൊക്കെ ചെറിയ തോതിലാണെങ്കിൽ നമ്മൾ ആഘോഷിച്ചു അല്ലേ ആന്റി? മക്കളൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? കുഴപ്പമില്ലായിരുന്നു ആന്റി, വീട്ടിൽ തന്നെ ആയിരുന്നു. നല്ല ഓണമായിരുന്നു ആന്റി. അമ്മ സദ്യ ഉണ്ടാക്കി, അങ്ങനെ നമ്മൾ കഴിച്ചു, പൂക്കളൊക്കെ ഇട്ടു,
രസമായിരുന്നു. അടിച്ചു പൊളിച്ചല്ലേ? അതെ അതെ. അപ്പൊ ആന്റി ഇന്ന് എന്റെ ടീമിലാ. നമുക്ക് നോക്കാം, എളുപ്പമുള്ള ചോദ്യമാണോ നോക്കാം കേട്ടോ. മോളെ എനിക്ക് പുതിയ പടങ്ങളൊന്നും അറിയില്ല, പണ്ടത്തെ പടമല്ലാണ്ട് പുതിയ കുറെ അറിയില്ല. ഇതെനിക്കൊന്ന് പഴയതാണെന്ന് തോന്നുന്നു, അത്ര പുതിയതല്ല. കോൺട്രാക്ടർ കഥാപാത്രമായിട്ടുള്ള നായകൻ. ഇത് ഗസ്റ്റ് മൂവി ഏതാണ് കണ്ടുപിടിക്കുക. ഓക്കെ. മമ്മൂട്ടി, തിലകൻ, കാവ്യമാധവൻ, ശ്രീനിവാസൻ. മമ്മൂട്ടിയും കാവ്യമാധവൻ അഭിനയിച്ച അധികം സിനിമകളിലേക്ക് ഒന്നൊറ്റ ഉള്ളൂന്ന് തോന്നുന്നു. കോൺട്രാക്ടർ കഥാപാത്രമായി നായകൻ. ശ്രീനിവാസൻ ഒരു പോലീസ് കഥാപാത്രമായി എത്തുന്നു. കോൺട്രാക്ടറാ? മമ്മൂട്ടി ദിലീപിന്റെ കൂടെ ഉള്ള മമ്മൂട്ടിയും ദിലീപും ഉണ്ടെന്ന് തോന്നുന്നു ഈ സിനിമയില്. ദിലീപ് ഇല്ലെന്ന് തോന്നുന്നു. അടിയിലൊക്കെ ഒളിച്ചിരിക്കുന്ന മമ്മൂട്ടി വരുമ്പോ അങ്ങനത്തെ ഒരു ആന്റി ദിലീപ് ഇല്ല അതില്. ദിലീപ് ഇല്ല അത്രേ. ആൻഡ് കാവ്യമാധവൻ നല്ല മെയിൻ നായിക വേറൊരു കുട്ടിയാണ്. കുറച്ച് പഴയതാണ്. കുറച്ച് പഴയതാണ്. എനിക്ക് തോന്നുന്നില്ല ആന്റിക്ക് അത് പെട്ടെന്ന് കിട്ടുമെന്നുള്ളത്. ആന്റി ഒരാൾ മാത്രം എന്ന സിനിമയായിരുന്നു. കേട്ടിട്ടില്ല. ഓക്കെ ഓക്കെ. കാരണം ഇത് എനിക്കും അങ്ങനെ ഓർമ്മ വന്നില്ല സത്യം പറഞ്ഞാൽ. അതെ അതെ. എനിക്ക് പണ്ട് ഈ നസീർ, ഷീല അവരൊക്കെ ഉള്ളൊക്കെ സത്യന്റെ ഒക്കെ പോയതല്ലാണ്ട് ഞാൻ ഇത്ര ചെറുപ്പമല്ലോ, 10-60 വയസ്സായ ആളെ. മറ്റേതാന്റി അനുഭവങ്ങൾ, പാളിച്ചകൾ, തുറക്കാത്ത വാതിൽ, അങ്ങനത്തെ സിനിമകൾ അല്ലേ? പഴയല്ല, അധികം ഒരു വിധമൊക്കെ അറിയാം. പഴയ പാട്ടുകളും ഇതൊക്കെ അറിയാം. പുതിയ കുറെ എന്നെ അറിയില്ല. പോലെ അല്ല ആന്റി. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ അകത്തെന്ന് പറയുന്നുണ്ട് നമുക്ക് ആന്റിക്ക് വേറൊരു ചോദ്യം കൊടുക്കാന്ന്. നസീറിന്റെ ഒക്കെ സിനിമകൾ കണ്ട ആന്റിക്ക് നസീറും ലക്ഷ്മിയും അഭിനയിച്ച ഒരു സിനിമ, ലക്ഷ്മി ഒരു ട്രൈബൽ ഗേൾ ആയിട്ട് വരുന്ന ഒരു സിനിമ. പിക്നിക് ആണോ പടം? അടിപൊളി. നമ്മളെ പ്രൊഡ്യൂസർ ചമ്മിപ്പോയി. അടിപൊളി. അതിനകത്ത് പാട്ട് ഏതാണ് ആന്റി അതിലുള്ളത്? പാട്ട് വാൽക്കണ്ണ് എഴുതി അതാണോ? പിന്നെ കസ്തൂരി മണക്കുന്നല്ലോ മാലേന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അടിപൊളി. ആന്റി എൻസൈക്ലോപീഡിയ തന്നെ പഴയ പാട്ടിന്റെ അല്ല പഴയ ചിത്രങ്ങളുടെ. പഴയതൊക്കെ കുറെ അറിയാം. അപ്പൊ ആന്റിക്കായി നമ്മൾ ആന്റി ഒരു പാട്ട് പാടുവോ ആന്റി? അയ്യോടാ, എനിക്ക് പാട്ടൊന്നും അറിയില്ല. പിക്നിക്കിലെ പാട്ട് ആന്റി വാൽക്കണ്ണ് എഴുതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഞാൻ പാടിത്തരാം വേണമെങ്കിൽ. എന്റെ പൊന്നു മോള് പാടിക്കോ. അയ്യോ. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയുണർന്നു മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനവല്ലരി നീ അനഞ്ഞു. അതാണ് അവിടെ ഇച്ചിരി ഒന്ന് ഇടഞ്ഞു. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി. ആന്റി എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പഴയതേ അറിയുള്ളൂ, പുതിയതൊന്നും അറിയില്ല മോളെ. നോ പ്രോബ്ലം ആന്റി. എന്തായാലും പഴയത് അറിയാന്ന് ആന്റി ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞു. അതാണ് ആന്റി, ആന്റി തെളിയിച്ചിരിക്കുകയാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് ആന്റി അങ്ങ് പറഞ്ഞു. ഒരു ചോദ്യത്തിന് ആന്റി 5 ഉത്തരം തന്നു. അപ്പൊ ആന്റി സന്തോഷം, വിളിച്ചതിൽ അപ്പൊ ഇനിയും വിളിക്കാം. ആന്റി ആ മക്കളെ വിളിക്കാം. ഓക്കെ ആന്റി. ഓക്കെ ബൈ ബൈ. നീ അതല്ല ഈ പടമില്ല, ഈ മലർവാടി ആർട്സ് ക്ലബിന് ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ? ഈ സ്ക്രിപ്റ്റ് ആദ്യം വിനീത് ശ്രീനിവാസൻ ആ ഒരു മലപ്പുറം വടകര ആ തലശ്ശേരി സ്ലാങ്ങിലാണ് എഴുതിക്കൊണ്ട് ചെന്നത് സ്ക്രിപ്റ്റ്. ശ്രീനിവാസൻ മൊത്തം നോക്കി പറഞ്ഞു കഥ കൊള്ളാം, ഇതൊന്ന് നമ്മളെ മലയാള സിനിമയുടെ ഭാഷയിലേക്ക് മാറ്റി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പാട്ടുണ്ടല്ലോ മംഗലം കൂടാണ്. അപ്പൊ ആ പാട്ട് ഇത് അതിനോട് ചേർന്നിട്ടുള്ള ഒരു പാട്ടായിരുന്നു. പക്ഷെ അത് സിനിമയിൽ അവർ യൂസ് ചെയ്തു. അങ്ങനെ അപ്പൊ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ പടം ഒരു വൈഡ് റീച്ചിലോട്ട് പോയത്. കാരണം പുതിയ ആൾക്കാരാണ്. ശ്രീനിവാസൻ അറിയാലോ ജനങ്ങളുടെ പൾസ്. ശരിയാണ്. പക്ഷെ ഹലോ ഗുഡ് ഈവനിങ്. ഹലോ ആരാണ് സംസാരിക്കുന്നത്? മോൻ എത്തിയോ ജിമ്മി പോയിട്ട്? വന്നിട്ടല്ലേ വിളിച്ചത്? മോൻ എത്തിയിട്ടുണ്ട്. ആ അത് ശരി. അവിടെ ഞാനോട് ജിമ്മിന്നാ വിളിച്ചതെന്ന്. അല്ല ആന്റി അല്ലേ, ആന്റി മാലിക് ജിമ്മിലല്ലേ? ആന്റി അത് ആദ്യം വിചാരിച്ച ആന്റി മാലിക്കോട് ഒരുമിച്ചാണ് ജിമ്മിൽ പോണത്. അല്ല മാലിക് ജിമ്മിലല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. വന്നല്ലോ.
അത് ശരി. ദേ ഇന്നത്തെ കോട്ട കഴിഞ്ഞ കേട്ടോ, 1 മണിക്കൂറാണ് ഷോ. ആന്റി നിന്റെ ഓണമൊക്കെ മണ്ടത്തരം അടിച്ചു മാത്രം പൊളിച്ചോ? കൊണ്ട് പോകൂല. മിണ്ടായിരിക്കും, ആന്റിയോട് സംസാരിക്കട്ടെ. ആന്റി പറ ആന്റി. ആന്റി ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? മാലിക്ക് പറഞ്ഞു വെളിയിൽ പോയി സദ്യ കഴിച്ചു, പക്ഷെ ഓണക്കോടി മേടിച്ചെന്നില്ല എന്ന് പറഞ്ഞു. ഓണക്കോടി മേടിക്കാൻ മറന്നുപോയെന്ന്. സമയം കിട്ടിയില്ലെന്ന്. സമയം കിട്ടിയില്ല. അതെന്താണ് ആന്റി? അങ്ങനെ അവനെ വിട്ടാൻ പാടില്ല. വലിയ കാര്യമാക്കിയില്ല ഞാൻ. ആക്കണോ ആന്റി? ആക്കണോ ആന്റി? കാര്യം ആക്കണോ? ആഹാ, അവന് ജിമ്മിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കൊളുക്കട്ടയും എന്താണ് സമൂസയും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന ആന്റിക്ക് ഒരു ഓണക്കോടി വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞാൽ ആ, നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. മൊത്തം ചെറുപ്പക്കാർക്ക് തന്നെ നാണക്കേടായി പോയൊരു അവസ്ഥയാണിത്. മുരുകേഷ് ഓണക്കോടി വാങ്ങിയോ? പിന്നെ ഇളയവർക്ക് എനിക്കൊന്നും വാങ്ങി തന്നില്ലല്ലോ. ആരുള്ളത്? ഞാൻ. നീ മൂത്തത്. അയ്യോ, എനിക്കൊന്നും വാങ്ങി തന്നില്ല ആന്റി. നീ മൂത്ത് പഴുത്ത്. ഞാനോർത്ത് എന്റെ കൂടെ നിന്ന് ഷോ ചെയ്യല്ലേ, എന്നെ കാട്ടി മൂത്തതല്ലേ, ആന്റി, വാങ്ങി എനിക്ക് തരുമെന്ന് വിചാരിച്ചു. ഒരു മുണ്ട്, ഒരു ഷർട്ട്, എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരണമെന്ന് തോന്നണ്ടേ ആന്റി? നിങ്ങളെ ഓണപരിപാടി നല്ലതായിരുന്നു, പറയാത്തില്ല എനിക്ക്. താങ്ക് യു ആന്റി. ആന്റി വിളിച്ചില്ല അല്ലേ അന്ന്? ഇല്ല അന്ന് ഒരുപാട് കോളേഴ്സ് ഉണ്ട്. നമ്മുടെ ഓണ ലൈവ് ഞാൻ ആലോചിച്ച് ആന്റി ഇനിയിപ്പം മറ്റു വല്ല പ്രോഗ്രാമും കണ്ടിട്ട് നിങ്ങൾക്ക് വേറൊരു കോൾ കൂടെ നഷ്ടമാവില്ലേ? അയ്യോ അങ്ങനെയല്ല. ആന്റി അങ്ങനെ പറയുന്നത് ആന്റി, നമുക്ക് സ്നേഹം, ഈ വാരി വിതറുന്ന സ്നേഹമല്ലേ ആന്റി നമ്മളെ ഇത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. നിങ്ങളെ കാണുമ്പോ തന്നെ വിളിക്കുന്നതാണല്ലോ. അല്ല, വിളിക്കണം ആന്റി, എപ്പോ കണ്ടാലും വിളിക്കണം. നമുക്ക് എന്നും ഈ സ്നേഹം വേണം. പിന്നല്ലാണ്ട് എന്റെ ടീമിലല്ലേ ആന്റി? അതെ, മുരുകേഷിന്റെ ടീമിലെ ആന്റി. ആന്റി ഗസ് ദി സോങ്. എൻസൈക്ലോപീഡിയ അവിടെ ഉണ്ടോ? ആ, അപ്പൊ ഇതാണ് ക്ലൂ. മോഹൻലാൽ, മുകേഷ്, വിജയ് യേശുദാസ് പാടിയത് സുജാതയോടൊപ്പം. അപ്പൊ പുതിയതാണ്. ഔസേപ്പച്ചന്റെ സംഗീതം. നായികയെ അംഗീകരിച്ചുകൊണ്ടുള്ള സോങ് സിറ്റുവേഷൻ. ആ ക്ലൂ കുറച്ച് മിസ്ലീഡിംഗ് ആണ്. എനിക്ക് ആ സിനിമയും കിട്ടിയില്ല, പാട്ടും കിട്ടിയില്ല. മോഹൻലാൽ, മുകേഷ്, വിജയ് യേശുദാസ്, സുജാത. വിസ്മയത്ത് മുമ്പ് ആര സിനിമയാണ്? കമലിന്റെ ആണോ? ഫാസിലിന്റെ പടം. ഓക്കെ. ബാക്കിയുള്ളവര് വിക്കി വണ്ടി എന്നൊക്കെ പറഞ്ഞു സമയം കഴിഞ്ഞിരിക്കുകയാണ്. മണ്ടത്തിന് വിളിച്ചു പറയുന്നു. മിഴികൾക്കിന്നെന്ത് രക്ഷപ്പെട്ടു. ഞാനിവിടുന്ന് സിനിമാ പേരൊക്കെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് കേട്ടിട്ടും ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എൻസൈക്ലോപീഡിയക്ക് എന്തോ പറ്റി. പാട്ട് പാടൂ. എനിക്ക് ആ പാട്ട് അറിയില്ല. പാട്ട് മിഴികൾക്കിന്നെന്ത് തിളക്കം, മിഴികൾക്കിന്നെന്ത് തിളക്കം, മൊഴികൾക്കിന്നെന്ത് വെളിച്ചം. അതാണ് ആ സിനിമ. സൂചന മാത്രം. എനിക്ക് ആ പാട്ട് അത്ര പിടിയില്ല ആന്റി. അപ്പൊ എന്തായാലും ആന്റി, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ആന്റി. ഉത്തരമാണ് ആന്റി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നു. ഞാൻ സിനിമ പേര് ഇവിടെ ഒന്ന് വിളിച്ചു പറയാ ഉത്തരം. എന്താണത്? ബോധവും ഇല്ല, പൊക്കണവും ഇല്ല. ബൈ ആന്റി. രണ്ടാമത് എന്തോ ഒരു വൃത്തിയുടെ വാക്ക് പറഞ്ഞിട്ട് എന്താണ്? ഒന്നുകൂടെ പറയൂ പ്ലീസ്. റിപ്പീറ്റ്. ബോധവും പൊക്കണം. പൊക്കണമെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒരു സേയിങ് ഉണ്ട്, എന്താണെന്നറിയില്ല. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് വിശാൽ. ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം റിഷാൽ? എന്തൊക്കെ സുഖമായിട്ട് പോകുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? ഓണൊക്കെ അടിച്ചു പൊളിച്ചു. നമ്മളൊന്നല്ലല്ലോ പൊളിച്ചത്, നമ്മൾ അണ്ണനല്ലേ പൊളിച്ചത്. ഫേസ്ബുക്കില് അഴിഞ്ഞാടുകയായിരുന്നു നമ്മൾ അണ്ണൻ. സത്യം. കണ്ടില്ലല്ലോ. എവിടെ മുരുകേഷ് അണ്ണൻ. പിന്നെ അടിപൊളി ഫോട്ടോസ് ഒക്കെ ഇട്ട് നമ്മള് ആതിര എങ്ങനെ കാണും? ഞെട്ടിച്ചു കളഞ്ഞില്ലേ ആതിര? കണ്ടുകൊണ്ടാ. ശരി, അത് കണ്ടു ഞാൻ. ആതിര അവസാനം സദ്യ കഴിച്ചിട്ട് പെരുമ്പാമ്പ് കിടക്കുന്ന കണക്ക് അത്തപ്പൂക്കളത്തിന്റെ സൈഡിൽ കിടക്കും. ഈ ഓണം മുരുകേഷ് കൊണ്ടുപോയി. നല്ല ഈ ഓണം മുരുകേഷ് തൂക്കി. ആരെങ്കിലും ഒക്കെ തൂക്കിയാ മതി. ഊന്തി വിളയാടുകയായിരുന്നു മുകേഷ്. പിന്നെ അല്ല, അതൊന്നും ഞാൻ കണ്ടില്ല. ഒന്ന് നോക്കാം. പോയി അതെങ്ങനെ നോക്കും? കാരണം ഈ മലമ്പാമ്പിന്റെ ഫോട്ടോയുടെ അടിയിൽ ലൈക്ക് വരുന്നു നോക്കി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അത്രേ ഉള്ളൂ. എന്റെ ഫോട്ടോ, എന്റെ ഫുൾ സൈസ്, ഹാഫ് സൈസ്, അത്രേ ഉള്ളൂ. എന്താ എനിക്ക് അതും കൂടുതലൊന്നും രോഗം. റിഷാൽ, ഓണം എന്തായിരുന്നു? എവിടെ പോയി? സദ്യ എവിടെ? വൈഫിന്റെ ഓഫീസിലോ പരിപാടി ഉണ്ടായിരുന്നു, അവിടെ പോയി ഫുഡ് കഴിച്ചു. ഓക്കെ. അപ്പൊ അവിടെ എന്താണ്, വേറെ കലാപരിപാടികളെല്ലാം ഉണ്ടായിരുന്നു? ഇല്ല, കലാപരിപാടികളൊന്നും ഉണ്ടായില്ല. സദ്യ മാത്രം. ജസ്റ്റ് ഫുഡ് അടി മാത്രം കഴിച്ചു. കഴിപ്പ് മാത്രം കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു സദ്യ? സദ്യ അടിപൊളിയായിരുന്നു അല്ലേ? ആ, നിങ്ങൾക്ക് എവിടെ സദ്യ? വീട്ടിൽ തന്നെ? സ്വന്തം വീട്ടിൽ. അപ്പൊ ഓണത്തിന് മാത്രം, ഈ എല്ലാ ഓണത്തിനും ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ എന്റെ വീട്ടിൽ പറയും, അടുത്ത ഓണത്തിന് ഓർഡർ ചെയ്താൽ മതി, ഇനി കിടന്ന് ബുദ്ധിമുട്ടാൻ വയ്യാന്ന്.
റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു 2-3 ആ മണിക്കൂറൊക്കെ. ആ ഇത് ഞാൻ കേട്ടു. എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഭയങ്കര തിരക്കായിരുന്നു. ആൾക്കാർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സദ്യയൊക്കെ കഴിക്കാൻ. മാത്രമല്ല ഈ എന്താണ് കഴിച്ച് തീരുന്ന ആളുകൾ ഇങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നേരെ നോക്കുന്ന അപ്പുറത്ത് വെയിലത്ത് നിൽക്കുന്ന ആൾക്കാർ. നമ്മള് നാട്ടില് കല്യാണ വീട് പോലെ കസേരയുടെ ബാക്കിൽ വന്ന് നോക്കിയൊക്കെ നമ്മൾ ആ സത്യം സത്യം. കണ്ണോട് കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് തമിഴന്മാര് പറഞ്ഞ വിട്ട അവരാ എല്ലേന്ന് കഴിച്ചുകൂടെ സഹായിക്കും. നോക്കി വെറുപ്പിച്ചെഴുന്നേപ്പിക്കും. സാധാരണ ഈ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി എവിടെയെങ്കിലും ബിരിയാണി അടിക്കാറ്. പക്ഷെ ഇപ്രാവശ്യം വൈഫിന്റെ ഓഫീസിൽ പരിപാടിയിലാണ്. അല്ല അത് നന്നായി ശരിക്കും കേട്ടോ. ഞാൻ കണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് പാർസൽ മേടിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് കഴിക്കുന്നതാണ്. പക്ഷെ ഈ പാഴ്സൽ വാങ്ങിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവർ കാര്യങ്ങളും ചൂടുണ്ടാവില്ല. പിന്നെ ചോറ് മാത്രം കൂടുതൽ കാണും, കറി കുറച്ചേ കാണുള്ളൂ. പക്ഷെ നമ്മള് ഈ ഹോട്ടലിലാകുമ്പോ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് അവരങ്ങ് തട്ടിത്തരും. അതെ. എന്നാലും സാമ്പാറൊക്കെ ചൂടോടെ അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല. എല്ലാത്തിനും അതിന്റേതായ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. നമുക്ക് എന്താണോ പറ്റുന്നത് അത് ചെയ്യാ. അത് തന്നെ അത്രേ ഉള്ളൂ. അപ്പൊ റിഷാൽ ഇന്ന് എന്റെ ടീമിലാണ്. ആ എന്താ ബുദ്ധിമുട്ടുണ്ടോ? ആ എന്നാ ആയിക്കോട്ടെ. അഥവാ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് സഹിച്ചങ്ങ് നിൽക്കുക. ശബ്ദത്തിൽ മനസ്സിലായല്ലേ? മോഹൻലാൽ, ശ്രീനിവാസൻ, MG ശ്രീകുമാർ, ചാന്ദ്രി. അതായത് ഗസ്റ്റ് സോങ് ആണ്. മോഹൻലാൽ, ശ്രീനിവാസൻ, MG ശ്രീകുമാർ, ചാന്ദ്രി. ചാന്ദ്രി ആരാണ്? ചാന്ദ്രി ബാബുവിന്റെ ഗേൾഫ്രണ്ട് ചാന്ദ്രി അത് ചാർമിള. അത് ചാർമിളയാണ്. ഈജിപ്ഷ്യൻ തീമിലുള്ള ഡ്രീം സോങ്. ഈജിപ്ഷ്യൻ അതാണോ? അല്ലല്ല, അത് യോദ്ധയിലെ പാട്ടല്ലേ? ഇത് സത്യം ഒരു അറബി പാട്ടാണ്. അത് കോപ്പി അടിച്ചിട്ടാണ് ഈ പാട്ട് ആക്കിയിരിക്കുന്നത്. മാനത്തെ ചന്ദ്രനത്തൊരു മണിമാളിക കിട്ടും ഞാൻ, അറബി പൊന്നൂതിയൊരുക്കി അറവാതില് പണിയും ഞാൻ. ഹബീബി ഹബീബി കിനാവിന്റെ മഞ്ചലിലേറി സുൽത്താനായി വാഴും ഞാൻ, ദീപിയാകും ഞാൻ. അപ്പൊ എന്തായാലും അടിപൊളി. ആദ്യം ഒരെണ്ണം തെറ്റിച്ച് പറഞ്ഞു എങ്കിലും കുഴപ്പമില്ല. സമ്മാനം അടിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ വിളിക്കാം. എനിക്ക് കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓണക്കോടി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വൈഫ് എടുത്തു. വൈഫ് പിന്നെ പരിപാടിക്ക് അതാ എടുത്തു പോയത്. ആണല്ലേ? അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു അത്? അടിപൊളി സംഭവം. അവൾ തന്നെ പോയി പിക്ക് ചെയ്തു. സൈറാസ് ഫാഷൻ ഗോപി ചേട്ടനോട് ഞാനിത് അതെ അപ്പൊ ഗോപി ചേട്ടനോട് ഞാൻ പേഴ്സണലി ഇത് പറയാൻ ചെന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഷെയ്ഖ് കോളനി മൊത്തം കറങ്ങി, സൈറാസ് ഫാഷൻ കണ്ടില്ല. ഈ ഫ്രണ്ടിലുള്ള വിന്നെഴുതിയുന്ന തൊട്ടടുത്ത് അത് തന്നെ എക്സാക്ട്ലി സമ്പത്തിന്റെ നേരെ ബാക്കില്. അയ്യോ കറക്റ്റ് അറിയാം. അതെ അവിടെ തന്നെ. ഞാൻ കണ്ടില്ല. ഞാൻ എല്ലാ ശനിയാഴ്ചയും മോളെ ബാഡ്മിന്റൺ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 9 മുതൽ 11 വരെ അതിലെങ്ങനെ വെറുതെ നടക്കും. അപ്പൊ അങ്ങനെ കണ്ടതാ. അല്ല ബാഡ്മിന്റൺ എവിടെ ഡ്രോപ്പ് ചെയ്യുന്നത്? കിസൈസില് നമ്മൾ അൽത്തവാർ സ്റ്റാർ സ്കൂളില്ലേ? അൽത്തവാറിലെ സ്റ്റാർ. ഞാനിങ്ങനെ കുറെ അവിടെ തിരിഞ്ഞടിക്കും. നല്ലൊരു അച്ഛനാണ് റിഷാൽ അല്ലേ? കുട്ടിയെ കൊണ്ടാക്കി ബാഡ്മിന്റണിൽ കൊണ്ടാക്കിയിട്ട് അവിടെ തിരിഞ്ഞു കളിക്കും. നല്ല അച്ഛൻ. പിന്നെ അവിടെ സൺറൈസിൽ കയറി കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങി. സൺറൈസ് നമ്മളെ പ്ലം കേക്ക് കിട്ടും. അടിപൊളി. നടന്ന ക്ഷീണം അവിടെ തീരും അല്ലേ? നിങ്ങൾ അതിന്റെ ആ ഏരിയയിലെ ആൾക്കാരാണല്ലോ, നിങ്ങളോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നല്ല പപ്സും അവിടുത്തെ നല്ലതാണ് സൺറൈസില്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് റിഷാൽ വിളിച്ചതിന്. ഓക്കെ ബൈ. അപ്പൊ ഇനിയും വിളിക്കണം റിഷാൽ. ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോ ഞാൻ ആ ഫുൾ റൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ നോക്കി, ഇതിൽ എവിടെയാണ് സൈറാസ്? ഈ വിൻ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റൈൽ ഇതാണ്, സോറി ഷോപ്പാണ് ഫ്രണ്ടിലുള്ളത്, റോഡ് ഫേസിങ്. സൈറാസ് ഫാഷൻ അതിന്റെ പുറകിലാണ്. ഇന്ന് ഞാൻ ഓഫീസിൽ സംസാരിച്ചപ്പോഴും നമ്മുടെ കൊളീഗ്സ് ഒക്കെ അവിടെ ഗോപി ചേട്ടൻ ഈസ് വെരി ഫേമസ്. കാരണം അതിന്റെ അകത്ത് പറയുന്നു, അല്ല മുരുകേഷിലെ പറഞ്ഞ ബ്ലൗസ് തയ്ക്കാൻ ഗ്യാരണ്ടി ഗോപി ചേട്ടനാണ്. എന്റെ വീട്ടിൽ അമ്മ കേട്ടു. ഞാൻ പറഞ്ഞു മുരുകേഷ് പറഞ്ഞതാണ്, മുരുകേഷിന്റെ ഷർട്ട് എനിക്ക് ബ്ലൗസ് വേണ്ടല്ലോ. പക്ഷെ ഗോപി ചേട്ടനാണ് എന്റെ ഓഫീസിലുള്ള കുട്ടികളൊക്കെ പോകാനായിട്ട് നോക്കിയപ്പോ കണ്ടില്ല. ഗോപി ചേട്ടൻ തന്നെയാണ് വൈഫിനും അവരെ ഫ്രണ്ട്സിനും എല്ലാം. ഓക്കെ. അപ്പൊ എന്തായാലും സൈറാസ് ഫാഷൻ്റെത് മുണ്ട് നേരിത് ഓണക്കോടി അടിപൊളി വളരെ നന്നായിരുന്നു എന്നാണ് കേട്ടത്. വളരെ സന്തോഷം കേട്ടത്. കിട്ടിയവർക്കെല്ലാം സന്തോഷം. നമ്മുടെ ഞാൻ റേഹാനെ തന്നെ വിഷയം ചെയ്തപ്പോൾ റേഹാനത്തിന് ഓണക്കോടി കിട്ടി. നമ്മുടെ പരിപാടി വിളിക്കാതെ വേറെ പരിപാടിയിലൊക്കെ വിളിച്ചിരിക്കുന്നു. അതിന്റെ ഒരു ഖേദം നമ്മൾ വിളിക്കട്ടെ, എന്തെങ്കിലും പറഞ്ഞോളൂ. CV അയക്കും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ അറിയോ? CV എടുത്തിട്ട് പ്രിന്റ് ഔട്ട് എടുക്കണം, എടുത്തിട്ട് കീറി ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് തിരിച്ചയച്ചു.
അപ്പൊ എന്തായാലും നിങ്ങൾ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട 0423822491. ഓണ സിനിമകളൊന്നും കണ്ടില്ലേ മുരുകേഷ്? ഇല്ല, എനിക്ക് ഓണത്തിന് ARM അതായത് അജയന്റെ 2ാം മോഷണം ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര നല്ല റിവ്യൂ ആണ്. അതായത് ടൊവിനോ ഇല്ല കാണാൻ പറ്റി, ഫ്രീ ആയിട്ട് കിട്ടിയില്ല ടിക്കറ്റ്. കിട്ടിയില്ല. അപ്പൊ എന്നാലും ARM അല്ലേ? ടൊവിനോയുടെ കഥാപാത്രങ്ങളൊക്കെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ സുരഭി ലക്ഷ്മിയും അടിപൊളി പെർഫോമൻസ് ആണ് കേട്ടത്. പിന്നെ അതുപോലെ തന്നെ കിഷ്കിന്ദ കാന്തം, അതും ഭയങ്കര നല്ല കാണ്ഡമാണ്. നല്ല സിനിമയാന്ന് പറയുന്നത്. ആസിഫ് അലിയുടെ വളരെ നല്ല പെർഫോമൻസ് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ പക്ഷെ അത് കണ്ടിട്ട് ആൾക്കാരൊക്കെ കരയുണ്ട്. നീ കരയണ മൂവിയാണോ? കാരണം വിജയരാഘവന്റെ വളരെ മനോഹരമായ 1-2 മുഹൂർത്തങ്ങളുണ്ട്. വിജയരാഘവന്റെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത ആൾക്കാർ വളരെ എന്താണ് അണ്ടർറേറ്റഡ് ആണ് അല്ലേ? അണ്ടർറേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പുള്ളിക്ക് അങ്ങനെ അംഗീകാരങ്ങൾ അധികം കിട്ടിയിട്ടില്ല. അല്ല, അത് ജഗദീഷ് ശ്രീകുമാറിനും കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെ ഇത്രയും മഹാനായ നടനായിട്ടും കിട്ടി. എന്നാൽ പോലും ജഗദീഷ് ശ്രീകുമാർ എന്ന പേര് പല സ്ഥലത്തും പറയപ്പെടുന്നുണ്ട്, പറയുന്നെങ്കിലും ചെയ്യുന്നുണ്ട്. വേർഡ് ഓഫ് മൗത്തിലെങ്കിലും നമ്മൾ അങ്ങനെ ഒരു. പക്ഷേ വിജയരാഘവൻ എന്ന് പറഞ്ഞ നടനെ പറ്റിയിട്ട് അങ്ങനെ പോലും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. വളരെ സുന്ദരമായിട്ടിരിക്കുന്നല്ലേ ഇപ്പൊ ഇന്റർവ്യൂസിനൊക്കെ ഇത്രയും പ്രായം. അതെ, പുള്ളി അതില് പറഞ്ഞൊരു കാര്യം, മുട്ടുവേദന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു ചെറുപ്പ ലുക്ക് മുട്ടുവേദനയായിട്ട് അങ്ങനെ സിങ്ക് ആവുന്നില്ല ഒരു ഇന്റർവ്യൂല് കണ്ടപ്പോൾ. അതുപോലെ ജഗദീഷും അതുപോലെ എങ്ങനെയാണ് ഇങ്ങനെ അവര് നിൽക്കുന്നത് എന്നുള്ളതാണ് അല്ലേ? കറക്റ്റ്. എന്നെ പോലെ അല്ല, എന്നെ പോലെ എനിക്ക് അത്ര പ്രായമായിട്ടില്ല. നിന്നെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മളെ മറ്റ് പഴയ കൊട്ടാരക്കര, പിന്നെ മറ്റേ പ്രൊഫസർ ജയന്തി എന്ന് പറഞ്ഞ പുള്ളിയുടെ പേര് പറഞ്ഞു, അങ്ങനെ ഒരു നടനുണ്ട് നമ്മുടെ ചെറിയ രജിക്കപ്പിള്ള, അവരെയൊക്കെ വെച്ച് വേണം നീ സംസാരിക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0423822491. അപ്പൊ അങ്ങനെ ഓണമൊക്കെ അങ്ങനെ നമ്മുടെ എത്രാമത്തെ ഓണമായിരുന്നു അറിയില്ല. എത്രാമത്തെ ഓണം ഈ വർഷത്തെ ഓണം നമ്മൾ കാത്തിരുന്ന് കാട്ടുന്നത്, അതും ഇത്രയും പെട്ടെന്ന് കടന്നുപോയി. നമ്മുടെ ഈ ഒരു വർഷം തന്നെ ഏകദേശം തീരാറായി. നമ്മൾ ഒരു ഫൈനൽ ക്വാർട്ടറിലേക്ക് കടക്കാൻ പോവാണ്. അല്ല, നമ്മളിങ്ങനെ കാത്തിരുന്നു, ഇത്രയും നാളും കാത്തിരുന്നത്. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഗുഡ് ഈവനിങ്. ആരാണത്? മുഹമ്മദ് സിജു ആണ്. മുഹമ്മദ് സിജു. അതെ. സിജു ആദ്യമായിട്ടാണോ നമ്മളെ വിളിക്കുന്നത്? ഇല്ല, വിളിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലേ? സിജു എവിടെയാണ് നാട്ടില്? ആലപ്പുഴ. ആലപ്പുഴ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ ഭാര്യ മക്കളും ഉണ്ട്. ഒരുപാട് നാളായതുകൊണ്ടാന്ന് തോന്നുന്നു ഓർമ്മ വരുന്നില്ല. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സിജു? ഓണമൊക്കെ നന്നായിരുന്നു. നന്നായിരുന്നല്ലേ? എങ്ങനെ വീട്ടിൽ തന്നെ ആയിരുന്നു ആഘോഷം? ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് അതോ? വീട്ടിൽ തന്നെ എല്ലാരും കൂടെ വൈഫ് ഭക്ഷണമൊക്കെ വെച്ചു. ഓ, അടിപൊളി. ഓ, വെരി നൈസ്, വെരി നൈസ്. ഈ ആലപ്പുഴ എവിടെയാണ്? ആലപ്പുഴ മറ്റേ ബോട്ട് റേസ് ഒക്കെ നടക്കുന്ന അവിടെ, വള്ളംകളി, നെഹ്റു ട്രോഫിയുടെ. അയ്യോ, അത് പറഞ്ഞപ്പോ ഇന്ന് വള്ളംകളി നടക്കുന്ന ദിവസം അല്ലേ? 28-ാം തീയതിയാ നമ്മുടെ നിങ്ങളുടെ അവിടെ. പക്ഷെ ഇന്ന് എവിടെയോ നടക്കുന്നുണ്ട്. എനിക്കൊന്ന് അല്ലല്ല, പത്തനംതിട്ട നെഹ്റു ഏതോ വള്ളംകളി നടക്കുന്നുണ്ട്. ഞാൻ അതിന്റെ അപ്ഡേറ്റ് കണ്ടായിരുന്നു, അതുകൊണ്ടാ പറഞ്ഞത്. ഇന്നലെ ആയിരുന്നോ? ആ, കണ്ടോ, ഇന്നലെ ആയിരുന്നു. ഇന്നലെ ആയിരുന്നു. ഞാൻ എന്റെ ഫോട്ടോസ് കണ്ടിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്രയും വള്ളങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ. നീ എന്ത് വെള്ളം അടിച്ചിട്ട് വന്ന് നിൽക്കുന്നത്? വെള്ളമല്ല, വള്ളം. നമ്മളിവിടെ ഉണ്ട് കരുനാപ്പള്ളി ഒരു വള്ളംകളി ഉണ്ട്. പക്ഷെ എന്റെ പേര് എന്തോ? നിങ്ങളുടെയൊക്കെ നാട് എവിടാ? എന്റെ നാട് തിരുവനന്തപുരം. ഞാനും തിരുവനന്തപുരമാണ്. പക്ഷെ ഞാൻ എല്ലായിടത്തും ദൂരെയാണ്. ഞാൻ നേരെ സിറ്റിയിലാണ്. രണ്ടുപേരും തിരുവനന്തപുരം ആണല്ലേ? അതെ അതെ അതെ. സിറ്റിയില് അല്ലേ? ഞാൻ ബസ് സ്റ്റാൻഡില്. അപ്പം സിജു എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ദുബൈയിലാണോ ഷാർജയിലാണോ? ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? വൈഫോ? വീട്ടു ജോലിയാണ്. ഹൗസ് വൈഫാണ്. മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കും ആൾക്കാർക്ക്. മൈലാഞ്ചി ഇട്ട് കൊടുക്കും. മൈലാഞ്ചി, വളമാല ഇതൊക്കെ ഉണ്ടാക്കും വീട്ടിലിരുന്ന്. കലാകാരിയാണ്. ഈ വീട്ടുജോലി മുഴുവൻ കഴിഞ്ഞിട്ട് ഇതിനൂടെ സമയം കണ്ടെത്തുന്ന ആൾക്കിരിക്കട്ടെ ഒരു പൊൻതൂവൽ അല്ലേ? വീട്ട് കുട്ടികളെയൊക്കെ നോക്കി. അല്ല, അതിന്റെ ടാലന്റ് മൈലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട് വീട്ടിലെ വരുമല്ലേ? അടിപൊളി. എവിടെയാണ് വീട്? കാറ്റർപില്ലറിന്റെ അവിടെ, ഷാർജയിലെ. അപ്പൊ സിജു ഭാവിയിൽ ഒരു ഷോപ്പ് ഇടാനൊക്കെ ഉള്ള പ്ലാൻ ഉണ്ടോ? ഇവിടെ തന്നെ ആളുകൾ വരുന്നുണ്ട് കുറെ. ആണല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കണിയിൽ മൈലാഞ്ചി ഇടുന്നത്. ടാലന്റ് ആണത്. പിന്നെ കാണാൻ തന്നെ എന്ത് രസാണത്. ഓഫീസിലൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ആർട്ടിസ്റ്റുകൾ വരും. എന്തൊരു സ്പീഡാണെന്നറിയോ? അതൊരു കഴിവാണ്. എന്താ വൈഫിന്റെ പേര്? എന്താണ് സിജു? ബ്രേക്ക് ആവുന്നുണ്ടോ ലൈൻ? സുറുമി. ഓക്കെ. കുട്ടികളുടെ പേരോ? സുറുമി. വല്ലാതെ ബ്രേക്ക് ആവുന്ന ലൈൻ.
മാസിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പേര്. സുറുമി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. യെസ്. ഓക്കെ, എന്താണ് സിജുയുടെ ശബ്ദം ബ്രേക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ആവുന്നുണ്ട്. കണക്ഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ, കേൾക്കാം. ഇങ്ങോട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മുരുകേഷിന്റെ എന്റെ ടീമിലാണ്. ടീമിലാണ് സിജു. ഞാൻ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. പറഞ്ഞോളൂ. ഓക്കെ, ഗസ് ദി സോങ് ആണേ. സോങ്ങോ? വളരെ അടിപൊളി പാട്ട്. മോഹൻലാൽ, അടുത്ത പേരിൽ പാട്ട് കിട്ടണം. വസുന്ധര ദാസ്, പി ജയചന്ദ്രൻ, ചിത്ര. അറിയാതെ ഈ പവിഴവാർ തിങ്കൾ അറിയാതെ അലയാൻ വാലിയാൻ വാ ഈ പ്രണയ കൽപ്പത്തിലമരാൻ വാ ഇതൊരമര ഗന്ധർവകാമം ഇതൊരമര സംഗീത സല്ലാപം അലഞ്ഞുറിയുമാഷാഢതീരം അതിലമൃദു പെയ്യുമീ ഏഴാം യാമം അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കൾ അറിയാതെ. ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും ഇതായിരുന്നു പാട്ടും. അപ്പൊ എന്തായാലും അടിപൊളി, പെട്ടെന്ന് തന്നെ പാട്ട് കണ്ടുപിടിച്ചു. കൺഗ്രാറ്റുലേഷൻസ് മുഹമ്മദ് സിജുവിന് നമ്മുടെ സമ്മാനം അപ്പൊ നാളെ രാവിലെ ഒരു 9 മണിക്ക് ശേഷം 800-825-825 വിളിക്കുക. സമ്മാനം ഏതാണെന്ന് അറിയുക, കരസ്ഥമാക്കുക. ഓക്കെ ഓക്കെ, ബൈ. ബൈ. ഇനി വിളിക്കണം. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ആരാണിത്? ബിലേറ്റഡ് ഓണം വിഷസ്. താങ്ക് യു സോ മച്ച്. വിഷ് യു ദ സെയിം. ആരാണിത്? പരിചിതമായ ശബ്ദമാണ്. തസ്മില. തസ്മില. എന്തൊക്കെയുണ്ട് തസ്മില വിശേഷം? എനിക്കൊന്ന് കുറച്ച് നാളായി വിളിച്ചിട്ടല്ലേ? കുറച്ചായി വിളിച്ചിട്ട്. ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെ പ്രോഗ്രാമിലേക്ക് അല്ലാണ്ട് ഞാൻ സ്ഥിരം വിളിക്കാറുണ്ട്. അപ്പൊ കട്ട് ചെയ്ത് അടുത്ത കോളോട്. അതെന്താ നമ്മളോടൊരു കണക്കം? അല്ല, കണക്കല്ല, നിങ്ങൾ ടൈമിംഗ് എപ്പോഴും മാറുന്നു. അങ്ങനെ ചില ഷെഡ്യൂൾ ഇഷ്യൂസ് ഒക്കെ കാണുമ്പോ കാണാറില്ല. നമ്മളെ ഡയറ്റ് മാറിയാലും ടൈമിംഗ് മാറൂല. 8:30 to 9:30 നമ്മളോട് അല്ല, ഇടയ്ക്ക് നമ്മളൊരു ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അത് ശരിയാണ്. ഇടയ്ക്ക് ചില സമയത്ത് മുരുകേഷിന്റെ ഓരോ കാരണങ്ങൾ. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയണേ ഞാനൊരു സിനിമയ്ക്ക് പോകണം, നമുക്ക് ഷോ വേണ്ട. ഞാൻ അങ്ങനെ നോട്ടിച്ചാലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ നിന്റെ കണ്ണ് പൊട്ടിപ്പോട്ടെ. സമ്മതിച്ച ഇല്ല. തസ്മില, നമ്മളോട് കാണിക്കുന്ന ഈ ചിറ്റമ്മ നയം വളരെ മോശമാണ്. എനിക്ക് മനസ്സിലാവണില്ലേ പറയണേ? നമ്മളോട് കാണിക്കുന്ന ഈ ഒരു ചിറ്റമ്മ നയം, അതായത് സ്റ്റെപ്പ് മദർ ട്രീറ്റ്മെന്റ്. ഇതൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നു എന്റെ പൊന്നു. നമ്മളോട് കാണിക്കാൻ പാടില്ല കേട്ടോ, നമ്മളെ വിളിക്കണേ. തീർച്ചയായിട്ടും. ശരി. എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ സുഖമായിട്ട് പോയി. സദ്യ ഉണ്ടാക്കിയോ? പോയി കഴിച്ചോ? എന്തായിരുന്നു? നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു, അപ്പൊ അവിടെ പോയിട്ടുണ്ടാക്കി. അവിടെ പോയിട്ടുണ്ടാക്കിയോ? എന്താണ് ഉണ്ടാക്കിയത് തസ്ലീമ? തസ്ലീമയല്ല, അത് എഴുത്തുകാരി. എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാത്തിലും കൈ പോയി. പാർട്ടായിരുന്നു. അപ്പൊ ഒന്നിനും കൈ കൊണ്ട് നേരെ അവർ ചെയ്യിച്ചില്ല, അതാണ് സത്യം. ഒന്നും നേരെ ചെയ്യിച്ചില്ല അവര്, അല്ലേ? എല്ലാത്തിനും സഹായിക്കാൻ മാത്രം പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. കാരണം വെച്ചാല് 10-40 ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം അതുകൊണ്ട് നമ്മളാകെ 4 പേര് 5 ലേഡീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും അങ്ങ് സഹായിച്ചു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു സാധാരണ വീട്ടിൽ ഒരു 5 കിലോയുടെ കുക്കറിൽ ഉണ്ടാവുള്ളൂ, 5 ലിറ്ററിന്റെ. അപ്പൊ എത്ര തവണ ചോറ് വെച്ചു? എന്റെ വീട്ടില് 8 ലിറ്ററിന്റെ കുക്കറുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ അത്ര ആൾക്കാരുണ്ടോ? അപ്പൊ ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടായിരിക്കും അല്ലേ എപ്പോഴും? അല്ല, പണ്ട് മദർ ഇവിടെ വന്നപ്പം പുള്ളിക്കാരത്തേക്ക് എല്ലാ പാത്രവും വീട്ടില് വേണം നിർബന്ധം. എല്ലാം വാങ്ങിപ്പിച്ചു. ഇവിടെ കിട്ടും. ഇപ്പം ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എന്റെ ഈ ഫംഗ്ഷൻസ് വരുമ്പോ എന്റെ വീട്ടിൽ നിന്ന് പാത്രം എടുത്തിട്ട് പോകും. അപ്പൊ ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലേ ഇപ്പം? അല്ല, എന്നാലും ഞാൻ 40 പേരെന്നൊക്കെ പറയുമ്പോ അപ്പൊ അത്രയും സാധനങ്ങൾ ഉണ്ടാക്കണ്ടേ അല്ലേ? ക്വാണ്ടിറ്റി. എന്ത് പായസം ഉണ്ടാക്കി? പഴം പ്രഥമനും അരിപ്രഥമനും. എന്റെ ദൈവമേ, അതിന് തന്നെ എന്തോ ഒരു സമയം എടുത്ത് കാണൂല്ലേ? അത് 2 പ്രഥമൻ എത്ര നേരം നിന്നിട്ട് ചെയ്യണം. എനിവേസ്, ഓണം നന്നായി ആഘോഷിച്ചു. സന്തോഷം. എന്തായാലും തസ്മീല ഇന്ന് എന്റെ ടീമിലാണ്. ഗെസ്റ്റ് മൂവിയാണ് കേട്ടോ. ജയറാം, മുകേഷ്, സിദ്ദിഖ്, ജഗതി. മുകേഷ് ദാസപ്പനായി എത്തുന്നു. ദാസ്പാനി എന്നാണ് ഞാൻ കഴിച്ചത്. സഹോദരനെ തേടിയുള്ള നായകന്റെ അന്വേഷണം, സഹായമായി സുഹൃത്തുക്കൾ. ഒന്നും പറഞ്ഞില്ല, ഒന്നും കൂടെ പറയാമോ? ജയറാം, മുകേഷ്, സിദ്ദിഖ്, ജഗതി എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. മുകേഷ് ദാസപ്പനായി എത്തുന്നു. മുകേഷിന്റെ ക്യാരക്ടറിന്റെ നെയിം ദാസപ്പൻ. സഹോദരനെ തേടിയുള്ള നായകന്റെ അന്വേഷണം, സഹായമായി സുഹൃത്തുക്കൾ. സഹായം, സഹോദരനെ തേടിയുള്ള. അതാരാണ് സഹോദരനെ തേടിക്കുന്നത്?
മനസ്സിലായി. സഹോദരൻ ആരാണെന്നുള്ളതാണ്. അതാണ് സഹോദരൻ അയ്യപ്പനാണോ ഇനി? എനിക്ക് മനസ്സിലായി. ജയറാമ് നാട്ടിൻ പ്രദേശത്തുള്ള ആളാണ്. ജയറാമ് ശ്രീനിവാസനെയും കൂട്ടിയിട്ട് വരുന്നതാണ്. അതല്ലേ കഥ? നഗരങ്ങളിൽ ചെന്ന് അല്ലല്ല അതല്ല 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 എഴുന്നള്ളത്തായിരുന്നു സിനിമയുടെ പേര്. ഏതാ? എഴുന്നള്ളത്ത്. എനിക്ക് മനസ്സിലായില്ല. എഴുന്നള്ളത്ത്. ആന എഴുന്നള്ളി വരില്ലേ? എഴുന്നള്ളത്ത്. എഴുന്നള്ളത്ത്. അതാണ് സിനിമ. അതാണ് സിനിമ. ഭയങ്കര ക്ലൂ ആയിപ്പോയി. ഒരുപാട് മൂവീസ് ഉണ്ട്. കറക്റ്റ് ആണ്. അത് നല്ല സിനിമയാണ്. ഈ പറഞ്ഞ സിനിമ നഗരങ്ങളിൽ ചെന്ന് അയ്യോ അത് അടിപൊളി സിനിമയാ. അപ്പൊ അതും ഏകദേശം ഇതുപോലെ തന്നെ ആരാ പോകുന്നതാണല്ലോ. അതുകൊണ്ട് അതെ അതെ. എടാ പാറ്റ നീയല്ലേ കൊണ്ടിട്ടോന്നിരിക്കണം. ഹോട്ടലിൽ കഴിക്കാൻ കയറുമ്പോ പാറ്റ കൊണ്ടിട്ടില്ലേ? എക്സാക്ട്ലി. എനിക്ക് അതിന്റെ ഡ്രസ് ഭയങ്കര ഇഷ്ടമായിട്ടോ. താങ്ക് യു. മുമ്പ് പഴയ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നില്ലേ പണ്ട്? സെയിം. ഉണ്ട് കറക്റ്റ്. ഒരു തലയിൽ കെട്ടുന്ന സാധനം ഉണ്ടാവും അതിന്റെ കൂടെ. കണ്ടപ്പോ എനിക്ക് മറ്റേ സിനിമയിൽ കൽപ്പന ഇട്ടുകൊണ്ട് വന്നത് അതല്ല. വെള്ളം വന്ന കാലി. അതെ അതെ. അതിന്റെ ഒരു പ്രത്യേക പേര്. ഇത് തന്നെ വേറെ പല കളറില് സെയിം പാറ്റേണില് നല്ല രസമായിട്ട്. ആംബ്രല കട്ട് എന്നൊക്കെ പറയും. പക്ഷെ വേറെന്തോ പേര് പറയായിരുന്നു ഡ്രസ്സിന്. അതിന് മറന്നു. പക്ഷെ ശരിയാ. അപ്പൊ ഏതായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിക്കണം കേട്ടോ. ബൈ ബൈ ബൈ. കളിയാക്കിയാണ്. എന്ത്? ഹലോ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? സലീൽ. സലീൽ. എന്റെ കലീഗിന്റെ പേര് സലീൽ എന്നാണ്. കളീഗാണോ? അല്ല കലീഗല്ല. ഉറപ്പായിട്ടും അല്ല. അപ്പൊ സലീൽ എവിടുന്നാണ്? നാട്ടിലെവിടെയാണ്? കണ്ണൂർ അല്ലേ? കണ്ണൂർ എവിടെ? ടൗണിൽ തന്നെ. സലീൽ ചൗധരിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാണോ സലീലിന് പേരിട്ടത്? ഇല്ലല്ലേ? ഇപ്പൊ ഫാദർ ഉണ്ടോ? അപ്പൊ ചോദിച്ചു നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഒരു കോളർ വിളിക്കുമ്പോ പറയുന്നത്. അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അതുകൊണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഫാദർ ഇല്ല. ആളുകൾ വാരിയിട്ട് അടിക്കും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ വെളിയിറങ്ങുമ്പോ. സലീൽ ക്ഷമിക്കൂ കേട്ടോ. ഇവിടെ ദുബൈയിലാണോ ഷാർജയാണോ? സാരമില്ല, നമുക്ക് ഉത്തരം മാത്രമല്ല, നമുക്ക് പരിചയപ്പെടുക. അതാണ് ഇനി ക്ലൂ തരേണ്ട ബാധ്യത ആദരിക്കുണ്ടല്ലോ. എന്താണ് സലീൽ? നമ്മൾ ആദ്യമായിട്ടല്ലേ വിളിക്കണേ? അതെ അതെ. മുമ്പ് വിളിച്ചപ്പം സൗണ്ടിന്റെ പ്രശ്നം കണക്ട്. അന്ന് ഇവിടെ പറയുന്ന അവിടെ കേൾക്കാത്ത സമയത്ത്. അപ്പൊ സലീൽ ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഭാര്യയും 2 കുട്ടികളും. എന്താണ് അവരുടെയൊക്കെ പേര്? നൗഫ, മക്കള് സുഹാന, അയാൻ. അയാൻ അടിപൊളി പേര് അല്ലെ? സുഹാന നല്ല പേര്. നല്ല പേരല്ല. നൗഫയും നല്ല പേര്. കേട്ടിട്ടില്ല. നൗഫ കേട്ടിട്ടില്ല. ശരിയാണ്. അതെ. അപ്പൊ എന്തായാലും ഇന്ന് മുരുകേശൻ സലീൽ ഓണമൊക്കെ ആഘോഷം നന്നായി പോയോ? ഓണമൊക്കെ ഓണത്തിന് ഫുഡ് പാർസൽ വാങ്ങി കഴിച്ചു. പായസം. ശാന്തം സമാധാനം. അതാണ് സുഖം. അരമണിക്കൂർ കൊണ്ട് കാര്യം കഴിയും. ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രവും കഴുകി. മുരുകേശായിരുന്നു പാത്രം കഴിയും. പിന്നെ ഞാനതല്ല, പിന്നെ കുറച്ചൊക്കെ സഹായിക്കണമല്ലോ. അപ്പൊ എന്തായാലും സലീൽ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഗസ്തി മൂവിയാണ്. മമ്മൂട്ടി, ഇന്നസെന്റ്, സിദ്ദിഖ്, ജഗതി ശ്രീകുമാർ. സിദ്ദിഖ്, ജഗതി ശ്രീകുമാർ. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്ലൂ ആണ്. ഇതിൽ നിന്ന് കിട്ടും. തൃശൂർ ഭാഷ സംസാരിക്കുന്ന നായകന് ഒരു ഇരട്ടപ്പേരുണ്ട്. അപ്പം സെലീൽ സമ്മാനം അടിച്ചിരിക്കുകയാണ്. അതില് ജഗതി ഉണ്ടോ? പിന്നെ ജഗതി മറ്റേ പഠിപ്പിക്കാൻ വരില്ലേ കുട്ടീനെ പഠിപ്പിക്കാൻ വരുന്ന ജഗതി അല്ല. ഗുമസ്തനോ എന്താ പറയുന്നത്? ഗുമസ്തനല്ല. അയ്യോ എന്തോ പേര് കൂടെ തെറ്റിച്ചു. ഗുരുജിയോ അങ്ങനെ എന്തോ പേര്. പുള്ളിയുടെ യോഗയൊക്കെ പഠിപ്പിച്ച് ചെറുക്കൻ തർക്കുത്തരം പറഞ്ഞു എന്നും വെറുപ്പിച്ചു വിടും. അയ്യോ അടിപൊളി സിനിമ. അപ്പൊ എന്തായാലും സലീൽ സമ്മാനം അടിച്ചിരിക്കുകയാണ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. നാളെ 800-825 വിളിച്ച് സമ്മാനം കരസ്ഥമാക്കണം. സമ്മാനം ഏതാണെന്ന് മനസ്സിലാക്കി കരസ്ഥമാക്കണം. നമ്മളങ്ങോട്ട് വിളിക്കണോ? തീർച്ചയായിട്ടും. 800-825 ടോൾ ഫ്രീ നമ്പർ അല്ലേ? 800-825 കേട്ടോ. 800-825-825 ഇതിൽ വിളിച്ചാൽ മതി 9 മണിക്ക് ശേഷം കേട്ടോ. ഓക്കെ സലീൽ, ബൈ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സുബിൽ എന്നാണ്.
സുബിൽ നമ്മളെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അതെ, സുബിൽ ഞാൻ ഈ പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അതെന്തേ ഈ വേറെ ഏത് പ്രോഗ്രാമിലാണ് വിളിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഒരു 7:30 to 8:30 വരെ ഒരു പ്രോഗ്രാമില്ലേ? ഓ ഓ ഓ. സ്ത്രീകൾ മാത്രം അവതരിപ്പിക്കുന്ന. അതെ, എന്തോ അതേന്ന് പറഞ്ഞിട്ട് എന്തോന്നാ 3 in 1. അത് തന്നെ പ്രോഗ്രാമിന്റെ പേര് മറന്നുപോയി, സോറി. പ്രോഗ്രാമിന്റെ പേര് ഈ വിളിക്കുന്ന ആർക്കും അറിയില്ല സത്യം പറഞ്ഞ. നമ്മുടെ പ്രോഗ്രാം ഇന്നാണോ കണ്ടത്? ഇന്നാണ് ഞാൻ പ്രോഗ്രാം കണ്ടത്. ഷോ അത് മോശമായി പോട്ടോ, നമ്മളെ കാണണം എന്ന്. ഞാൻ റീസെന്റ് ആണ് യുഎയിലോട്ട് വന്നത്. ആണോ? എന്നാ പിന്നെ കുഴപ്പമില്ല. അപ്പൊ നാട്ടിലെവിടെയാണ്? നാട്ടിൽ ആലപ്പുഴ. ആലപ്പുഴയാണ്. ആലപ്പുഴ തൊട്ട് മുന്നേ ഒരു കോളർ വിളിച്ചിരുന്നല്ലോ. ആലപ്പുഴ എവിടെ? ആലപ്പുഴ പ്രോപ്പർ ടൗണിൽ തന്നെയാണ്. നമ്മള് വള്ളംകളിയെ കുറിച്ചൊക്കെ പറയായിരുന്നു. അതന്നെ, അതിന്റെ അടുത്തൊക്കെ തന്നെ ആയിട്ട് വരും. ആണല്ലേ? പക്ഷെ ആലപ്പുഴ ഇപ്പൊ റോഡ് വികസനം അല്ലെ നടക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ആലപ്പുഴ മറ്റേത് ആലപ്പുഴ വഴി പാസ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമമാണ്, ബുദ്ധിമുട്ടാണ്. അകത്തൂടെ ചുറ്റിക്കറങ്ങി റോഡ് വരുമ്പോ എനിക്ക് തോന്നുന്നു സ്ട്രെയിറ്റ് റോഡ് ആവും തോന്നുന്നു അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആണോ? അതെ. അല്ല ഇപ്പോഴത്തെ അവസ്ഥയല്ല ഞാൻ പറയുന്നത്, നമ്മള് റോഡ് ഇപ്പൊ പണി വികസനം വരുന്നല്ലോ, 6 വരി. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യാസം വരണം. ഇനി വരും. വരട്ടെ എല്ലാം മാറട്ടെ അല്ലേ, നല്ലതിന്. സത്യം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ പുതുതായിട്ട് വന്നു എന്ന് പറഞ്ഞു, ജോലി ആയോ? ജോബ് ഹണ്ടിങ് ആണ്. ജോബ് ഹണ്ടിങ് ആണ്. ഓക്കെ. എന്താണ് ഫീൽഡ്? ഞാൻ അക്കൗണ്ടന്റ് ആണ്. അക്കൗണ്ടന്റ് ആണ്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ കേട്ടോ. താങ്ക് യു. സുബിൽ, അക്കൗണ്ടന്റ്മാർക്ക് പെട്ടെന്ന് ജോലി കിട്ടാറുണ്ട് ഇവിടെ. എനിക്കറിയാവുന്ന ഒരു അക്കൗണ്ടന്റും തിരിച്ച് വിസിറ്റ് എടുത്ത് പോയിട്ടില്ല. ആണോ? എന്നാ മുരുകേഷിന് അയച്ചു കൊടുക്കും CV. ഒരു നല്ല കാര്യം പറയാറില്ല. ഐ എം റെഡി. അയച്ചു കൊടുത്തോ? സുബിലെ, ഒരാളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോ കടയിൽ നിന്ന് വെട്ടും, അതിലൊരു സുഖം. ചോദ്യം ചോദിക്കും. അപ്പൊ UBL നോക്കാം കേട്ടോ, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി നോക്കൂ. UBL ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. UBL ഗ്രൂപ്പിൽ നോക്കൂ. ഓക്കെ. അപ്പൊ ഗെസ് ദ മൂവിയാണ്. സുരേഷ് ഗോപി, ബാല, സുരേഷ് കൃഷ്ണ, സന്ധ്യ. സുരേഷ് ഗോപി SP ആയി എത്തുന്നു. സിനിമാ ലൊക്കേഷനിലെ കൊലപാതകം, അതാണ് കഥ. സുരേഷ് ഗോപി, ബാല, കിട്ടില്ല. സുരേഷ് ഗോപി, ബാല, സുരേഷ് കൃഷ്ണ, സന്ധ്യ. സന്ധ്യ നമ്മുടെ കാതൽ സന്ധ്യയാണെന്നാണ് എന്റെ വിശ്വാസം. സുരേഷ് ഗോപി SP ആയി മനസ്സിലായി. ബട്ട് പേര് നമുക്ക് ആ പേരാണ് വേണ്ടത്. സിനിമയുടെ പേരാണ് പറയേണ്ടത്. സുരേഷ് ഗോപി അവസാനം കുറ്റവാളി കണ്ടുപിടിച്ചിട്ട് പറയും, ഇത് കണ്ടുപിടിച്ച് ഞാൻ മണ്ടന. കിട്ടിയോ പേര്? സഹസ്രം. ഈ സിനിമ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി ഒരു ഉത്തരം കണ്ടുപിടിച്ച സ്ഥിതിക്ക് സുബിലിന് ഈ മാസം തന്നെ ജോലി കിട്ടും. ഇല്ല, ഞാൻ ഒട്ടുമിക്ക മൂവീസ് കാണുന്നതാണ്, എന്നാലും. അത് ശരി. അപ്പൊ ഇവിടെ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോ? എങ്ങനെയാണ്? അതെ, ഞാൻ എന്റെ ഒരു കസിന്റെ കൂടെയാണ്. കസിന്റെ കൂടെ. ഓക്കെ. അപ്പൊ അടിപൊളി. അപ്പൊ എന്തായാലും സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. അപ്പൊ നാളെ രാവിലെ ഒരു 9 മണിക്ക് ശേഷം 800-825-825 എന്ന നമ്പറിൽ വിളിച്ചിട്ട് സമ്മാനം ചോദിക്കുക. കൂട്ടത്തിൽ അക്കൗണ്ടിന്റെ വേക്കൻസി ഉണ്ടെന്നും കൂടെ ചോദിച്ചേക്കും. ശരി സുബില. ബൈ. നാട്ടിൽ നിന്ന് വന്ന സുബില്, നാട്ടിൽ നിന്ന് വന്ന പയ്യനാണെങ്കിൽ വളരെ സ്മാർട്ടായി സംസാരിക്കുന്നു. അതെ, നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ഒരു അങ്കലാപ്പ് ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല. സ്മാർട്ടായ എവിടെയും സ്മാർട്ടാവും. സ്ക്രീൻ ക്യാമറ കുറച്ചൊരു ഓഫ് ചെയ്യാൻ പറ്റും, ഒരാളെ എടുത്ത് ഒടിച്ചു കാണുന്നുണ്ട് പറയും. അപ്പൊ എന്തായാലും നമ്മുടെ പൊന്നോണം നമസ് പൊന്നോണത്തിനെ കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വരുന്ന 22-ാം തീയതി സൺഡേ ഡ്യൂവേൽ സ്കൂൾ അൽക്കൂസ് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോ അഞ്ജു രഞ്ജിത്ത്, കലാമണ്ഡലം അഞ്ജു രഞ്ജിത്തിന്റെയും അഭിനവ് അശോകിന്റെയും കുച്ചിപ്പൊടി അരങ്ങേറുന്നുണ്ട്. അതുപോലെ തന്നെ സന്നിധാനം തന്നെ നേതൃത്വത്തിൽ നയിക്കുന്ന ഗാനമേളയുണ്ട്. അപ്പോ ഇന്നത്തെ പരിപാടി നമ്മളുടെ സമയം ഇവിടെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ആയിട്ടില്ല. വൈൻഡപ്പ് എന്ന് പറഞ്ഞ പോലെ കേട്ടു. സോറി, എവിടെ നിന്ന് ഒരു വൈൻഡപ്പ് എന്ന് കേട്ടത് കൊണ്ടാണ് ഞാൻ, കാരണം എനിക്ക് സമയം അറിയില്ലല്ലോ. വിളി പല സ്ഥലത്തുനിന്നും വരാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക്. അവ എന്തായാലും അടുത്ത കോൾ. ഹലോ, ഗുഡ് ഈവനിങ്. ഓക്കെ. അപ്പൊ 04238249 ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ എന്റെ മനസ്സിലാവും അങ്ങനെ വന്നത്. അല്ല, അപ്പൊ പറഞ്ഞല്ലോ, എന്തോ പറഞ്ഞോണ്ട് വന്നായിരുന്നല്ലോ.
അപ്പൊ ഇതാണ് ഈ അക്കൗണ്ടന്റ് വേക്കൻസി കിട്ടും ഒരുപാട് പേർക്ക്. അല്ല കുട്ടികൾ സ്മാർട്ട് ആവാൻ പാടില്ല എന്നല്ലേ നാട്ടിൽ അങ്ങനെ പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അതാണ് ധ്വനി. അങ്ങനെയല്ല എന്ന് വെച്ചാൽ നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് എന്നുള്ളതാണ്. നാട്ടിൽ ഇപ്പൊ റേഡിയോസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. താങ്കൾ പക്ഷെ പറഞ്ഞത് ധ്വനി അങ്ങനെയായിരുന്നു. നാട്ടിൽ നിന്ന് വന്നിട്ടും കുട്ടി സ്മാർട്ട് ആയിരുന്നു. അത് മോശം. അങ്ങനെയല്ല, സുബിൽ ഇവിടെ ആദ്യം സംസാരിച്ചപ്പോ തോന്നിയോ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന ഒരാളിനെ പോലെയാണ് ആളുടെ? നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല. ഇവിടെയാണോ നാട്ടിലാണോ ഈ കമ്മൽ വലിച്ച ചെവിയോടെ വരുമോ അറിയാനാണ്. അപ്പോ വീടെടുത്തായിരുന്നു ഉള്ള എന്നെ അങ്ങോട്ട് ആക്കി ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞേ ഇതിന് തസ്ലീമ, ആ കൊച്ചിന്റെ പേര് തസ്മില എന്നാണ്, തസ്മില. എന്നിട്ട് വേറൊരു പാവപ്പെട്ടവന്റെ അച്ഛൻ്റെ ആരും ചോദിച്ചേട്ടായിരുന്നോ? ആര് കേട്ടായിരുന്നോ? പുള്ളിയെ കേട്ടില്ല. അല്ലാതെ പുള്ളിക്ക് അറിയില്ല. കോടാനുകോടി ജനങ്ങൾ കേട്ട് കഴിഞ്ഞു ഇത്. കരികരായിരിക്കുന്ന ഒരു മനുഷ്യന് അതൊക്കെ പോട്ടെ, അതൊന്നും പോണ്ട, അത് പോവാനേ പാടില്ല. ഇങ്ങനത്തെ വിവരക്കേടാണോ ചോദിക്കുന്നത്? വിവരക്കേടല്ലേ ചോദിച്ചാ വിവരക്കേടല്ല. അങ്ങനെ സംബന്ധിച്ച് മാപ്പ് പറഞ്ഞ ചിലപ്പോൾ ജനങ്ങൾ വിടും. അതെന്താന്ന് വെച്ചാൽ പുള്ളി ആയിരിക്കില്ല ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുകൊണ്ട് അതാണ് ആ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ഗ്യാപ്പാണത്. കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഗ്യാപ്സ് ഒക്കെ വരാറുണ്ട്. ഒരു ഗ്യാപ്പും ഇല്ല. രാറ്റാരി വരച്ച പല്ല് രണ്ടളയപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരും. ഇങ്ങനെയുള്ള വർത്തമാനത്തിന് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അയ്യടാ, എന്നാലും സുബിനെ അങ്ങനെ പറഞ്ഞത് മോശമായി പോയി. സുബിനെ പറഞ്ഞത് സുബിൻ നല്ല സ്മാർട്ടെന്നല്ലേ പറഞ്ഞത്. നാട്ടിൽ നിന്ന് വന്നിട്ടും നാട്ടിലുള്ളവർ ശ്രദ്ധിച്ചോളൂ. ഈ ചാനൽ നമ്മള് യൂട്യൂബിലും വീണ്ടും പറയിക്കും. അപ്പൊ എടുത്ത് കാണുന്നത് നാട്ടിലിറങ്ങുമ്പോൾ മുരുകേശന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എന്നെ കൊണ്ട് വീണ്ടും പറയിക്കും. അത് പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഏതാണ്? ഇങ്ങനെ കരിമ്പാറ കണക്കിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഇവിടെ. അതേതാണ് സിനിമ എനിക്കറിയില്ല. അതാണ് ആലോചിച്ചെടുക്കണ്ട ബുദ്ധി. മുകേഷിന്റെ സിനിമയാണല്ലോ അതൊരു. സ്വാമിനാഥൻ ചേട്ടൻ. അതാരാണ്? സ്വാമിനാഥൻ. ഹലോ ഗുഡ് ഈവനിങ്. ഹലോ ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ലക്ഷ്മി. ഈ വീട്ടിന്റെ മഹാലക്ഷ്മി. എന്റെ കേൾക്കുന്നത് വിടഞ്ഞു. അതൊരു സിനിമയുടെ ഡയലോഗ് അല്ലേ? അതായിരുന്നത് അത് മറ്റേ ഗോഡ് ഫാദർ. അത് തന്നെ നേരത്തെ സിനിമ. അതാണ് ഞാൻ ആലോചിച്ചെടുത്തത്. ലക്ഷ്മി പറഞ്ഞോളൂ. ലക്ഷ്മി അല്ലേ നമ്മൾ ഓണത്തിന് വിളിച്ചത്? ഞാൻ തിയേറ്ററിൽ വെച്ച് കണ്ട ലക്ഷ്മി. എനിക്ക് അങ്ങനെ പേരിട്ടൂല. അതെ അങ്ങനെ പറയുമ്പോഴാണ് ഒരു ഓർമ്മ. അപ്പൊ ലക്ഷ്മി എങ്ങനെ പോയി? ഹലോ. അയ്യോ, ആ ടിവിയുടെ ശബ്ദം കുറയ്ക്കണം കേട്ടോ. പറഞ്ഞോളൂ. ശരി. ഓണം എങ്ങനെ പോയി? ഓണമൊക്കെ നല്ലവണ്ണം പോയി. എന്നാലും വിശദമായിട്ടൊന്ന് പറയും. ചോദിച്ചല്ലേ. അല്ല, ഫ്രണ്ട്സ് ഒക്കെ വന്നു. എന്റെ ലക്ഷ്മി സദ്യയൊക്കെ ഉണ്ടാക്കി. ഫ്രണ്ട്സ് ഒക്കെ വന്നു. എന്റെ ചേച്ചിയുടെ മോൻ വന്നു. എല്ലാരുമായിട്ട് ഒത്തുകൂടി. അപ്പൊ സദ്യയൊക്കെ ഉണ്ടാക്കിയോ വാങ്ങിയോ? സദ്യയൊക്കെ ഇല്ല, ഞങ്ങൾ ഉണ്ടാക്കുക ചെയ്യണം എല്ലാ പ്രാവശ്യവും. അതാണ് എല്ലാ കറിയും ഉണ്ടാക്കി അല്ലേ? എല്ലാ കറിയും ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി. എന്തായിരുന്നു പായസം? പാലട ഉണ്ടാക്കി. പാലട. ഞങ്ങൾക്ക് ബോളി ഉണ്ടായിരുന്നു. പക്ഷെ ബോളി ചെറുതായിട്ട്. പക്ഷെ ബോളി ഉണ്ടാക്കി വീട്ടില്. ആണോ? അമ്മ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആണല്ലേ? നമുക്കൊന്നും തന്നില്ലല്ലോ. എന്തിനു കൊണ്ട് തരേണ്ടത്? ഒരു സ്നേഹത്തിന് നമ്മളെ വീട്ടിൽ എന്താണ് അല്ലേ ലക്ഷ്മി? അവര് വീട്ടില് ഒരു എന്താണ് ദാഹിച്ച പച്ചവെള്ളം തരില്ല. നല്ലതായിരുന്നു. അതുപോലെ തന്നെ വീട്ടില് ഉണ്ടാക്കി സദ്യയൊക്കെ സദ്യ ഉണ്ടാക്കി, ബോളി ഉണ്ടാക്കി. അതെ, പിന്നെ ആദ്യം അടപ്രഥമൻ അതങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഈ ബോളി അങ്ങോട്ട് കിടത്തും. ഈ മറ്റേ ചവിട്ടി തിരുമാൻ കിടത്തുന്ന കിടത്തിട്ട് അതിന്റെ മുകളിലോട്ട് ചൂട് പായസം ഒഴിക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു പപ്പടം ഇടും. പപ്പടം വേറെ ലെവലാണ്. എന്നിട്ട് അതിങ്ങനെ എടുത്തിട്ട് ഒരു ശകലം ഇങ്ങനെ കഴിച്ചതിന് ശേഷം നാരങ്ങ ഇങ്ങനെ തൊട്ട് നാഗിനെ മർമ്മതം മതിക്കും. എന്തിനാണ് ഈ കുത്തുമാറിയില്ല, ഇത് വീണ്ടും കഴിക്കും. അത് ലാസ്റ്റ് കഴിച്ചാൽ പോരെ? ഇനി ഇടയ്ക്കിടയ്ക്ക് അത് കഴിച്ച് കുത്തുമാറ്റി അങ്ങനെയാണോ കഴിക്കുക? അല്ല, അതിന്റെ ടേസ്റ്റ് മാറണം. അതിൽ വീണ്ടും കഴിക്കണം. സദ്യ കഴിക്കും ചില വട്ടങ്ങളുണ്ട് കുട്ടിയെ. ഇങ്ങനെ ഒരു വട്ടം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു നമ്മുടെ ഓണം. പായസം പാലട അടിപൊളിയായിരുന്നു അല്ലേ? പാലട നല്ലതായിരുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഞങ്ങള് പാലട. മിക്സ് കൊണ്ടുവന്നിട്ടോ? അങ്ങനെ പാക്കറ്റിൽ മേടിച്ചോണ്ട് ഈ അട കൊണ്ടുവന്നു കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ ഉണ്ടാക്കി. മിക്സ് കൊണ്ടുവന്നു. അത് അവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നാട്ടിലത്തെ? അതെ, എന്റെ അമ്മ അതെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കുത്തുവിളക്കിന്റെ അട. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതെ, ഞങ്ങളുടെ അവിടെ അങ്ങനെ തന്നെ. നാട്ടിൽ നിന്ന് അട കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കും. ഇവിടുത്തെ അടയ്ക്ക് രുചിയില്ലാന്ന് എന്റെ അമ്മയും പറയാറുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. അപ്പൊ എന്നാൽ ഇന്ന് എന്റെ വകയാണ് ചോദ്യം. ഗസ്റ്റ് സോങ് ആണ് കേട്ടോ. മമ്മൂട്ടി, കവിയൂർ പൊന്നമ്മ, ലക്ഷ്മി ഗോപാലസ്വാമി, യേശുദാസ്. രവീന്ദ്രൻ സംഗീതം, ഫാമിലി സോങ്, ഭജൻ മൂഡ്. നിങ്ങളുടെ വീട്ടിലല്ലേ?
ശരിയാണ്. പാട്ട് 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 പറയും. പാട്ട് അരയന്നങ്ങളുടെ വീട്. ദൈവമേ, ഞാനിപ്പോ പാടിയത്. അയ്യോ, ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അതായത് മനസ്സേ, അതല്ലേ മനസ്സിൻ ആ പാട്ടല്ലേ? അല്ല, ഭജനുള്ള. കാരണം ഈ പാട്ടെന്ന് പറഞ്ഞാൽ ഏതൊരു ഇതൊരു ഗസൽ ആ മൂഡിലുള്ള പാട്ട്. ഭജനും ഗസലും അങ്ങനെയൊക്കെ മിക്കവാറും മ്യൂസിക് കോൺടെസ്റ്റിൽ കുട്ടികൾ പാടുന്ന ഒരു ദീനദയാലു. പാടിക്കോ, പാടറിയോ? പാടാനറിയില്ല. എനിക്കത് നിങ്ങൾ എന്തെങ്കിലും പാടിയാ? ജയ സീതാവല്ലഭ രാമ ഇത്രയും മതിയെന്ന് പുള്ളിക്കാരി. അതല്ല, പാടിയതിന് താങ്ക്സ്. രാമജയം ജയ രാമജയം. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, ലക്ഷ്മി സമ്മാനം അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനിയും വിളിക്കണം. നിങ്ങളുടെ പ്രോഗ്രാം അതുകൊണ്ടല്ലേ വിളിക്കുന്നത്. ലക്ഷ്മി വീട്ടിലെല്ലാരും അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കും. ഗുഡ് നൈറ്റ്. അത് അടിപൊളി പാട്ടല്ലേ? ദീനതയേറെ നല്ല പാട്ടാ. എനിക്ക് അറിഞ്ഞൂടാ അത്. അയ്യോ, പാട്ടറിഞ്ഞൂടല്ലോ. ദീനദയാലു രാമ ജയ. ഓ, കാവ്യമാധവന്റെ ബർത്ത്ഡേ ആണ്. വിഷിംഗ് യു എ ഹാപ്പി ബർത്ത്ഡേ. വിഷിംഗ് എ വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം UVL ടീം. യെസ്. കാവ്യമാധവന്റെ ഒരു പാട്ട് ഏതാണ്? പെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ. കാവ്യമാധവന്റെ ഒരു പാട്ട് പറയൂ. ആലിലത്താലിയുമായി വരുമീ തിങ്കളേ ഇതിലേ ഇതിലേ. ആലിലത്താലിയുമായി വരുമീ തിങ്കളേ ഇതിലേ ഇതിലേ. ആവണിപ്പൊയ്കയിൽ വരുവായി അരികെ മറയുമൊരു നാനത്തിങ്കളി അനുരാഗമായി നാശിപ്പിച്ച്. കാരണം പാട്ട് വരികൾ അറിഞ്ഞല്ലോ. മാംഗല്യം വേണ്ടായിരുന്നു. അടിപൊളി പാട്ട്. പക്ഷെ ഇത് ആക്ച്വലി ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് ഇന്ദ്രജിത്തിനെയാണ് ഓർമ്മ വരുന്നത്. പുള്ളി ബൈക്ക് വരുന്ന ഒരു പാട്ടല്ലേ അല്ലേ? പക്ഷെ എന്തായാലും കാവ്യമാധവൻ ഡബിൾ റോൾ ചെയ്ത് അടിപൊളിയാക്കിയ ഒരു സിനിമയാണ്. ഇഷ്ടമുള്ള സിനിമ രണ്ടിലും. അതെ അതെ അതെ, നല്ലൊരു സിനിമ. കാവ്യമാധവന്റെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. നമ്മുടെ എന്താണ് മീശമാധവന്റെ പാട്ടുണ്ടല്ലോ. കരിമിഴിക്കുരുവി കണ്ടീല നീ ചിരിമണി ചിലമ്പുലി കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല കാൺവന്നീരാരാ പൂരം കണ്ടീല നാണം മേളവും കേട്ടീല മഞ്ഞ പെയ്യണ ഈ പാട്ടേ പറ്റൂ. അപ്പൊ എന്തായാലും കാവ്യക്ക് അടിപൊളി ഒരു വർഷമാകട്ടെ. ഇനി നമുക്ക് സിനിമയിലൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കണു, അറിയില്ല. അപ്പൊ എന്തായാലും എല്ലാ ആശംസകളും കുടുംബത്തിനും കാവ്യക്കും എല്ലാവർക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ സമയം ഇവിടെ തീരുകയാണ്. അതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ നമസ് പൊന്നോണം. അതെ, നമസ് പൊന്നോണത്തിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. നമസ് പൊന്നോണം ഈ വരുന്ന 22-ാം തീയതി ഞായറാഴ്ച ഡ്യൂവേൽ സ്കൂൾ അൽക്കൂസ് വെച്ച് നടക്കുന്നു. അപ്പൊ സന്നിധാനന്ദൻ നയിക്കുന്ന ഗാനമേളയും അഭിനവ് അശോകൻ അഞ്ജു രഞ്ജിത്തിന്റെ കുച്ചിപ്പൊടിയും ഒക്കെ ആയിട്ട് പൊന്നോണം അടിച്ചു പൊളിക്കാൻ എല്ലാവർക്കും സ്വാഗതം. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പരിചയപ്പെട്ടു. സമ്മാനം കിട്ടാത്തവർക്കും കൺഗ്രാറ്റുലേഷൻസ്. സമ്മാനം കിട്ടാത്തവർക്ക് കുഴപ്പമില്ല. അപ്പൊ ഇനിയും വിളിക്കാം. അപ്പൊ ഇന്ന് വിളിക്കാൻ മടിച്ചിരുന്നവർ അടുത്ത ആഴ്ച വീണ്ടും വിളിക്കാം. നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും Thursday 8:30 to 9:30. Till then, അടുത്ത ആഴ്ച കാണുന്നത് വരെ യു ഗൈസ് ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ഗുഡ് നൈറ്റ്.